പാൻ ഇന്ത്യൻ റിലീസ് ഇല്ല, വൻ ഹൈപ്പില്ല. ഹോളിവുഡിൽ നിന്നോ ബോളിവുഡിൽ നിന്നോ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നുള്ള മുൻനിര അഭിനേതാക്കളില്ല. വെറുമൊരു ടാക്സി ഡ്രൈവറായി മുണ്ടുമെടുത്ത് വന്ന് അയാൾ അങ്ങനെ ആ റെക്കോർഡും നേടി. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമ തുടരും. നായകൻ മോഹൻലാൽ. മലയാള സിനിമയിലെ ഏറ്റവും വാണിജ്യമൂല്യമുള്ള നടനാണ് മോഹൻലാൽ എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹം വഴിവെട്ടിയ പാതയിലൂടെയായിരുന്നു മലയാള സിനിമ കളക്ഷനിൽ പിന്നീട് പല റെക്കോർഡുകളും ഇട്ട് മുന്നേറിയത്. ദൃശ്യത്തിലൂടെ 50 കോടി ക്ലബ്ബും പുലിമുരുകനിലൂടെ 100 കോടി ക്ലബ്ബും മലയാളത്തിന് പരിചയപ്പെടുത്തി മോഹൻലാൽ. ഇന്ന് 100 കോടി ക്ലബ്ബ് എന്ന മാജിക് നമ്പറിൽ തൊട്ടിട്ടുള്ള മലയാള സിനിമകളുടെ എണ്ണം 11 ആണ്. അതിൽ ഭൂരിഭാഗവും കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകൾ. 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് ഈ കണക്കുകളിൽ നിന്നെല്ലാം വ്യക്തമാണ്. എന്നാൽ മോഹൻലാലിനെയോ അദ്ദേഹത്തിന്റെ ആരാധകരെയോ സംബന്ധിച്ചിടത്തോളം അതത്ര നല്ല വർഷമായിരുന്നില്ല. മലൈക്കോട്ടെ വാലിബൻ, ബറോസ് 2024 പുറത്തിറങ്ങിയ 2 മോഹൻലാൽ സിനിമകളും തിയേറ്ററുകളിൽ പരാജയമായി. സ്ഥിരം കണ്ട മോഹൻലാൽ വേഷങ്ങളിൽ നിന്നുള്ള മാറ്റം ആരാധകരിലോ പ്രേക്ഷകരിലോ വലിയ ചലനമുണ്ടാക്കിയില്ല. അദ്ദേഹത്തിന്റെ അഭിനയ മികവ് വരെ ചോദ്യം ചെയ്യപ്പെടുന്ന കാഴ്ചയുണ്ടായി. റെക്കോർഡുകൾ കൂടെ കൂട്ടിയ തന്റെ കാലം കഴിഞ്ഞെന്നും ഇനി ആ പഴയ മോഹൻലാൽ എന്ന പെർഫോമറെയോ സ്റ്റാറിനെയോ തിരിച്ചു കിട്ടില്ലെന്നും വിമർശകർ വിധിയെഴുതി. അപ്പോഴും മോഹൻലാൽ ആരാധകർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു, അയാൾ തിരിച്ചു വരും, അതാണ് അയാളുടെ ശീലം. അങ്ങനെ പറയാൻ അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിന് കാരണം എമ്പുരാനായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനിലുള്ള വിശ്വാസമായിരുന്നു. അതിലേറെ മോഹൻലാൽ എന്ന നടനിൽ അവർക്കുള്ള അടങ്ങാത്ത സ്നേഹവും. മാർച്ച് 27 പുറത്തിറങ്ങുന്ന സിനിമയ്ക്ക് ഒരാഴ്ച മുന്നേ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ. അതായിരുന്നു എമ്പുരാന്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചപ്പോഴുള്ള സ്ഥിതി. തീർന്നെന്ന് വിധിയെഴുതിയവർക്കുള്ള മറുപടി അയാൾ ആ റെക്കോർഡ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ മാത്രം നൽകുന്ന കാഴ്ച. പിന്നീട് സിനിമയെത്തിയപ്പോഴും കളക്ഷനിലൂടെ തന്റെ സ്റ്റാർഡത്തെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയും മോഹൻലാൽ നൽകി. ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ, കേരള ബോക്സ് ഓഫീസിലെ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ, വേൾഡ് വൈഡായി 265 കോടി രൂപക്ക് മുകളിൽ നേടിയ ചിത്രം, മറ്റു ബിസിനസ്സുകളെല്ലാം കൂട്ടി 325 കോടി രൂപ ആഗോളതലത്തിൽ നേടി. സ്റ്റാർഡത്തിന് തനിക്ക് വട്ടം വെക്കാൻ മലയാളത്തിൽ ആരുമില്ലെന്ന് എമ്പുരാനിലൂടെ അയാൾ വീണ്ടും തെളിയിച്ചു. സിനിമ അതിഗംഭീര ഹിറ്റായി മാറിയപ്പോഴും പലർക്കും മിസ് ചെയ്തത് ആ പഴയ പെർഫോമറെയായിരുന്നു. 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയിൽ മോഹൻലാൽ ഉണ്ടായിരുന്നത് വളരെ കുറച്ച് സമയം മാത്രം. ആ സീനുകളാവട്ടെ അയാളുടെ പെർഫോമറെ ചാലഞ്ച് ചെയ്യുന്നവയോ അതിഗംഭീര പെർഫോമൻസിന് സ്പേസ് ഉള്ളവയോ ആയിരുന്നില്ല. ആ കണ്ണുകളിലെ തീക്ഷ്ണതയോ അഭിനയ വൈദഗ്ധ്യമോ എമ്പുരാനിൽ കണ്ടില്ലെന്ന് തന്നെ പറയാം. കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയ അയാൾക്കു നേരെ വിമർശകർക്ക് വാളെടുക്കാൻ അതൊരു കാരണമായി മാറി. അങ്ങനെ ഇരിക്കെയാണ് തുടരും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എമ്പുരാൻ പുറത്തിറങ്ങി 1 മാസത്തിനിപ്പുറം വീണ്ടും ഒരു മോഹൻലാൽ സിനിമ. ഒരു ഫാമിലി ഡ്രാമയുമായി തരുൺ മൂർത്തി എത്തിയപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ആ ചിത്രത്തിന് അത്ര വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയ ട്രെയിലറും പോസ്റ്ററുകളും എല്ലാം കണ്ട് ഒരു കുഞ്ഞു ഫാമിലി സിനിമയെന്ന് കരുതി തിയേറ്ററുകളിൽ എത്തിയ പ്രേക്ഷകർ വണ്ടറടിക്കുന്ന കാഴ്ചയാണ് റിലീസിന് പിന്നാലെ കണ്ടത്. സ്റ്റാർഡത്തെ എമ്പുരാൻ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തുടരും അയാളിലെ പെർഫോമറെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആദ്യ ദിവസം മുതൽ അതിഗംഭീര റിപ്പോർട്ടുകളുമായി തുടരും മുന്നേറുന്ന കാഴ്ച. തരുൺ മൂർത്തി പറഞ്ഞതുപോലെ ഉറങ്ങിക്കിടന്ന മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസ് തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ച. 6 ദിവസത്തിനകം സിനിമ 100 കോടി ക്ലബിലെത്തി. 2 മാസത്തിനിടെ 100 കോടി നേടിയ സിനിമകൾ. മലയാളത്തിൽ മറ്റൊരു നായക നടനും അവകാശപ്പെടാനില്ലാത്ത അത്യപൂർവ നേട്ടം. അയാൾ മലയാളത്തിന്റെ മോഹൻലാലാണെന്ന് ആരാധകർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ നിമിഷം. ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി തുടരും മാറിയിരിക്കുന്നു. 80കളിൽ തുടങ്ങി 5 ദശാബ്ദങ്ങൾ പിന്നിടുമ്പോഴും അയാൾ റെക്കോർഡ് നേട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഫാമിലി ഓഡിയൻസ് ആണ് ചിത്രത്തിന് ഈ റെക്കോർഡ് ലഭിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ യാതൊന്നും വകവെക്കാതെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഫുൾ പോസിറ്റീവ് ലഭിച്ച മോഹൻലാൽ സിനിമയുടെ ആഫ്റ്റർ എഫക്ട്സ് ആയിരുന്നു ആ കാഴ്ച. പുലിമുരുകൻ കേരളത്തിൽ നിന്ന് 80 കോടിക്കടുത്ത് നേടിയെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റായ സാഗ്നിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എമ്പുരാൻ 87 കോടിക്ക് മുകളിൽ നേടിയപ്പോൾ 2018 88 കോടിക്ക് മുകളിൽ നേടി. ഈ റെക്കോർഡുകളാണ് തുടരും ഇപ്പോൾ പഴങ്കതിയാക്കിയിരിക്കുന്നത്. നിലവിൽ 184 കോടിക്ക് മുകളിൽ ചിത്രം ആഗോളതലത്തിൽ നേടിയെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓവർസീസിൽ നിന്ന് മാത്രം 83 കോടിക്ക് മുകളിൽ. വൈകാതെ തന്നെ സിനിമ ആഗോളതലത്തിൽ 200 കോടി നേടിയേക്കും. അങ്ങനെ വന്നാൽ തുടർച്ചയായി 100 കോടി നേടുന്ന മലയാള നായകൻ എന്ന ലേബലിനോടൊപ്പം തുടർച്ചയായി 200 കോടി നേടുന്ന മലയാള നടൻ എന്ന പേരും മോഹൻലാലിന് വന്നു ചേരും. മോഹൻലാലിന്റെ കരിയറിൽ 100 കോടി നേടുന്ന 4ാമത്തെ മലയാള സിനിമയാണ് തുടരും. 2024 തന്റെ പേരിലെ പല റെക്കോർഡുകളും പലരും അവരുടെ പേരിലാക്കി മാറ്റി. അയാൾക്ക് അത് തിരിച്ചുപിടിക്കാനും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാനും വേണ്ടി വന്നത് 2 സിനിമകൾ. ഇന്ന് ഒരു ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ മുതൽ ഫൈനൽ കളക്ഷൻ വരെ ഒരൊറ്റ പേരിൽ. ഇതിനു മുകളിൽ വെക്കാനാകുമെങ്കിൽ വെച്ച് കാണിക്കെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുമ്പോൾ അവർക്ക് അവരുടെ നായകനിലുള്ള വിശ്വാസമാണ് വെളിവാകുന്നത്. ആ വിശ്വാസം വരാനിരിക്കുന്ന സിനിമകളിലൂടെ അയാൾ തുടരുമെന്ന കോൺഫിഡൻസ്. തന്റെ ഫാൻ ബോയ് സിനിമയിലൂടെ തരുൺ മൂർത്തി പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. മോഹൻലാൽ തുടരും.